ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ദേശീയ സെമിനാറിലെ ഒന്നാം സമ്മാന തിളക്കത്തിൽ ഒറ്റപ്പാലം സ്വദേശിയായ വിദ്യാർത്ഥി. മയിലുംപുറം പുതിയടത്ത് പി ജയഗോവിന്ദ് കെ പി രജനി ദമ്പതികളുടെ മകൻ പി ഋഷികേശാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾക്ക് വിഷയം ക്വാണ്ടം ഏജ് ബിഗിൻസ് പൊട്ടൻഷ്യൽസ് ആൻഡ് ചാലഞ്ചസ് ഉള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പറഞ്ഞു അത്യാവശ്യം കുറച്ച് ടഫായൊരു വിഷയമാണത്. അപ്പോൾ ഒരുപാട് മിസ്റ്ററീസുള്ളൊരു വിഷയമാണ്. എനിക്ക് അങ്ങനത്തെ വിഷയങ്ങൾ ഡിമിസ്റ്റിഫൈ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തെ ഇഷ്ടപ്പെടുന്നു. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു പാഠം പോലെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇതിപ്പോൾ മ്യൂസിയത്തിൻ്റെ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് മ്യൂസിയത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം AI എന്നുള്ള വിഷയത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ജില്ലയിൽ 3rd പൊസിഷൻ പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. സബ് ജില്ലയിൽ 3rd പൊസിഷൻ പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇതേ വർഷം അതേ ആൾക്കാർ തന്നെ നടത്തുന്ന വേറെ വിഷയത്തിൽ നടത്തുന്നതിൽ നാഷണൽ ഫസ്റ്റ് ആകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റു പോയേക്കാം. പക്ഷേ പ്രസൻറ്റിൽ നിങ്ങൾ ജീവിക്കുക. പ്രസൻറ്റിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഋഷികേശ്. ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രബന്ധാവതരണം. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്ത് 8 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ 36 വിദ്യാർത്ഥികളാണ് ബംഗളൂരുവിലെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം നടത്തിയ സെമിനാറിലെ പ്രബന്ധാവതരണത്തിൽ മത്സരിച്ചത്. ഉപജില്ല, റവന്യൂ ജില്ലാ, സംസ്ഥാന തലങ്ങളിലെ മത്സരങ്ങൾക്ക് ശേഷമായിരുന്നു ദേശീയ മത്സരം. ഓരോ സംസ്ഥാനത്തു നിന്നും ഓരോരുത്തർക്കായിരുന്നു ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. അഭിരുചി പരീക്ഷ, പ്രബന്ധാവതരണം, ചോദ്യോത്തരവേളയിലെ പ്രകടനം എന്നിവ പരിഗണിച്ചായിരുന്നു ഫലനിർണയം. 48,000 രൂപയും ശാസ്ത്ര കിറ്റും ട്രോഫിയും ഉൾപ്പെട്ടതാണ് സമ്മാനം. ശാസ്ത്ര വിഷയങ്ങളിൽ അഭിരുചിയുള്ള ഋഷികേശ് സമൂഹമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ക്വാണ്ടം സയൻസിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. തയ്യാറെടുപ്പുകൾക്ക് അമ്മ രജനിയായിരുന്നു സഹായം. 1ാം സമ്മാന തിളക്കത്തോടെ നാട്ടിൽ തിരിച്ചെത്തിയ ഋഷികേശിന് പ്രധാനാധ്യാപിക K. രാധിക ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അധ്യാപകർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.